ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്ലാഷ് ലൈറ്റും ഷെയ്ക്കും കൂടിയ ഒരു ട്രാൻസിഷൻ്റെ ട്യൂട്ടോറിയലാണ്. സോ ആ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. കൂടാതെ ആ ലൈറ്റ് മോഷൻ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്കെങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ആ ലൈറ്റ് മോഷനിൽ കട്ട്സൊക്കെ ബീറ്റിനനുസരിച്ച് സെറ്റാക്കി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് കട്ട്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. സോ അതിന് തന്നെ നമുക്ക് ലെയർ ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് എനേബിൾ ചെയ്യാനുള്ളതൊക്കെ എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ച് ഒന്നുകൂടെ നമുക്ക് ലെയർ ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഡിറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞ ഒരു ബ്ലർ ഉണ്ട്. സോ ആ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ഡിറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് സോ അതിൻ്റെ വാല്യൂ നമുക്കൊരു 15 ആക്കി കൊടുക്കാം. ഒരു 50 ആക്കിയിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ജസ്റ്റ് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ ആഡാക്കി കൊടുക്കാം. ആഡാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആംഗിൾ നമുക്ക് ഒരു 19 ആക്കി കൊടുക്കാം. ഒരു 90 ആക്കി കൊടുക്കാം. അതിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ 90 ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോയിട്ട് നമുക്ക് എക്സ്പ്ലോഷർ ഗ്ലാമ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. എക്സ്പ്ലോഷർ ഗ്ലാമ എന്ന് പറഞ്ഞ എഫക്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു -19 ആക്കി കൊടുക്കാം. -19 ആക്കിയിട്ട് അത് എൻഡിലേക്ക് കൊണ്ടുപോയി വയ്ക്കാം. -19 ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് അടിക്കാം. നെക്സ്റ്റ് ആയി നമ്മൾ ആഡാക്കുന്ന എഫക്റ്റ് റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. സോ അത് നമുക്ക് സെർച്ച് ചെയ്ത് റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ആ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡാക്കിയിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കൊരു 18 ആക്കി കൊടുക്കാം. 80 ആക്കിയിട്ട് ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് സെൻറ്ററിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ജസ്റ്റ് 0 ആക്കി കൊടുക്കാം. ഇത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാഫ് ആഡാക്കി ജസ്റ്റ് നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് എവല്യൂഷൻ നമുക്കൊരു 45 ആക്കി കൊടുക്കാം. 0.45 ആക്കി കൊടുക്കാം. 45 അതിൻ്റെ സ്പീഡ് നമുക്കൊരു 16 ആക്കി കൊടുക്കാം. 60 ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് താഴെ കാണുന്ന സ്കേറ്റർ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്കൊരു 0 ഫസ്റ്റിനെ 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എന്നിട്ട് നമുക്ക് എൻഡിലേക്ക് കൊണ്ടുപോകാം. അതിൻ്റെ വാല്യൂ നമുക്കൊരു 100 ആക്കി കൊടുക്കാം. ഈ ഒരു എഫക്റ്റാണ് നമ്മുടെ വീഡിയോസിൽ ഷെയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് കുറച്ചുകൂടെ സ്പീഡ് ആക്കണമെങ്കിൽ സ്പീഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കാം. ഇവിടെ നോക്കിയിട്ട് നിങ്ങളുടെ ബീറ്റിനനുസരിച്ച് സെറ്റാക്കി കൊടുക്കാം. സോ നമുക്ക് പിന്നെയും എഫക്ട് സെക്ഷനിൽ പോവാം. ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 175 ആക്കി കൊടുക്കാം. ഒരു 175 ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് എൻഡിൽ നമുക്ക് 0 ആക്കിയിട്ട് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗ്രാഫും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്ക് അടിച്ചിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലോഷർ ഗ്ലാമ കൂടെ ആഡ് ചെയ്യാം. എക്സ്പ്ലോഷർ ഗ്ലാമ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എക്സ്പ്ലോഷർ നമുക്ക് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് കീ ഫ്രെയിം നമുക്കൊരു ഫുള്ളാക്കി കൊടുക്കാം. 2 ആക്കി കൊടുക്കാം. 2 ആക്കിയിട്ട് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കാം. സോ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് മറ്റുള്ള കട്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ കട്ട്സിലും നമുക്ക് തന്നെ പേസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ ഓക്കെ, ബൈ.